ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. കിടിലൻ രുചിയിൽ നന്നായിട്ട് വരട്ടി നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ടെടുത്ത ഒരു റെസിപ്പിയാണിത്. പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ലീവൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ദിവസങ്ങളോളം കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നതിനായി 1.5 കിലോ അളവിൽ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി നന്നാക്കി വൃത്തിയാക്കിയ നമ്മുടെ ബീഫ് ഒരു പാനിലേക്ക്, ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതാണ് 3 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. എരിവ് കുറവുള്ളതാണെങ്കിൽ 4 ടീസ്പൂണൊക്കെ എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. നമ്മുടെ ബീഫ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ്, നാടൻ ടേസ്റ്റ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കാം. ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇച്ചിരി വെള്ളം, ഞാൻ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. 1/2 കപ്പ് തികച്ചില്ല, ഒരു 1/4 കപ്പ് അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ വിസിൽ കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. ഒരു 3 വിസിൽ കൊണ്ട് തന്നെ ഒരു 1/4 ഭാഗം നമുക്ക് ബീഫ് വെന്ത് കിട്ടും. അങ്ങനെ വേവിച്ച ബീഫ് ഞാൻ ആ പാനിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നായിരുന്നു കേട്ടോ. അത് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചതച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മിക്സിയുടെ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളി, കുറച്ച് ഒരു 2 ടീസ്പൂൺ അളവിൽ ജീരകം, വലിയ ജീരകമാണ് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക്, ഇതൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫിൻ്റെ കൂട്ടില്ലേ നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്നത്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഒരു വലിയ കഷ്ണവും വെളുത്തുള്ളി ഒരു 10 അല്ലിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തിരിക്കുന്നതാണ്, എന്നാലും കുറച്ചുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിരുന്നു. ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ സ്പൂണിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു സ്പൂണിൻ്റെ പകുതി അളവിലോ അല്ലെങ്കിൽ 1/4 ഭാഗം അളവിലോ നമുക്ക് മൈദപ്പൊടിയോ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മൈദയാണ് ഉപയോഗിച്ചത്. എൻ്റെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ മൈദയാണ് ഉപയോഗിച്ചത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബീഫിൽ കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നു, അത് സാരില്ല. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബീഫ് നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വെള്ളമൊക്കെ മാറിയിരിപ്പുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ നാളികേരം കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ, തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങാക്കൊത്ത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബീഫ് ഫ്രൈയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചേർക്കണം കേട്ടോ. അങ്ങനത്തെ ആ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കുമ്പോൾ നമ്മൾ മരത്തവി ഉപയോഗിച്ച് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ ബീഫൊക്കെ കൂടിയിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ പയ്യെ വേണം, പൊടിയാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബീഫിൻ്റെ കൂട്ട് ജസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
കുറേശ്ശെയായിട്ട് ഇട്ട് 3 പാർട്ടായിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് എത്ര പ്രാവശ്യം നമ്മളിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് കോരി മാറ്റുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. നമ്മൾ കുറേ നേരം വരട്ടി എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ സമയവും ലാഭമാണ്. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇനി ഇതാ എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ഊറ്റി കളഞ്ഞ ശേഷം വേണം നമ്മൾ കോരി എടുക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇതാ മുഴുവൻ ബീഫും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. എല്ലാം റെഡിയാക്കി വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ബീഫ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് വറുത്ത് കോരി ആ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് നീളത്തിൽ കീറിയതും 2 ഉണക്കമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു പകുതി സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. സവാളയും കൂടെ ചേർത്ത് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ബീഫ് ഫ്രൈയിൽ സവാള ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വറുത്ത് വെച്ച ബീഫും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കണം. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്